ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നടന്നിട്ടുള്ള സെയിൽസ് അസിസ്റ്റന്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം? അപ്പൊ ഇവിടെ ബിസിയുടെ ഓരോ ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബിസിയുടെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത് ബിസിയർ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഓപ്ഷൻ സി ആയിരിക്കാം കേട്ടോ. ഓക്കെ, കാരണം ബിസിയറിന് മുമ്പിൽ പിന്നെ നമ്മളൊരു മോറും കൂടെ കൊടുക്കില്ല, എന്തായാലും ഡബിൾ കമ്പാരിറ്റീവ് ആയിട്ട് പോവും. അപ്പൊ എന്തായാലും അതല്ല ആൻസർ. ഓക്കെ, നമുക്ക് അറിയില്ല എന്താ കൊടുക്കണേന്നുള്ളത് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ഹി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് ഡാഷ്. ഹി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ്. ഓക്കെ, അപ്പോൾ എൻജോയ്സിന് ശേഷം നമ്മൾ ING ഫോം ആണ് യൂസ് ചെയ്യുക, സ്വിമ്മിങ് ആൻഡ്. അതേപോലെ തന്നെ ING ഫോം ആയിട്ടുള്ള റണ്ണിങ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഹാഡ് ഐ നോൺ ഐ ഡാഷ് ഇറ്റ് ഡിഫറെന്റ്ലി. ഹാഡ് പ്ലസ് V3 ഫോം ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഹാഡ് പ്ലസ് V3 ഫോം. ഇപ്പുറത്ത് എന്ത് വരും? വുഡ് ഹാവ് V3 ഫോം അല്ലെ. വുഡ് ഹാവ് V3 ഫോം. അതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഈസ് സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദി ഹോട്ടൽ. ഷീ സ്റ്റേഡ് ഇൻ എ സ്യൂട്ട് ഓഫ് റൂംസ് അല്ലെ. സ്യൂട്ട് ഓഫ് റൂംസ് ഇൻ ദി ഹോട്ടൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി ഇഡിയം ബ്രേക്ക് എ ലെഗ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷിംഗ് ഗുഡ് ലക്ക് ആണ് അല്ലെ. ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വിഷിംഗ് ഗുഡ് ലക്ക് ആണ് ബ്രേക്ക് എ ലെഗ്. അടുത്തത്, വാട്ട് ഇസ് വൺ വേർഡ് ദാറ്റ് ക്യാൻ ബി സൂട്ടഡ് ഫോർ സമ്മൺ ഹു ഹെയ്റ്റ്സ് മാരേജ്. മാരേജ് ഇഷ്ടമല്ലാത്ത ഒരാളെ അല്ലെ. അപ്പൊ മാരേജ് എന്ന് പറയുന്ന ഒരു ഗെയിം ആണെന്നൊക്കെ ഓർക്കാം. അപ്പോ ഹെയ്റ്റ് ചെയ്യാന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്കാണ് മിസ്. അപ്പോ മിസ്സോഗാമിസ്റ്റ് ആണ് കേട്ടോ. മിസ്സോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹെയ്റ്റ്സ് വുമൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ മിസ്സാന്ത്രോപ്പിസ്റ്റ്. മിസ്സാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ വിദ്വേഷി അല്ലെ. ഓക്കെ, അടുത്തത്, ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ് ഹെർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. അപ്പൊ നമ്മൾ സിസ്റ്റേഴ്സ് ഇൻ ലോ എന്നാണ് പറയാ കേട്ടോ. ഇൻ ലോ അല്ലെങ്കിൽ ഫാദേഴ്സ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ എന്ന് വേണം പറയാൻ. ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, മദേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വേണം എസ് ചേർക്കാൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ് ഹെർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഡാഷ് മൊമെന്റ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇറ്റ് ഇസ് ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. ഹിസ്റ്റോറിക് മൊമെന്റ്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഈവൻസ്, പ്ലേസസ് അല്ലെങ്കിൽ മൊമെന്റ്സ്, ഓക്കെ, ദാറ്റ് ആർ സിഗ്നിഫിക്കന്റ് ഓർ ഇമ്പോർട്ടന്റ് ഇൻ ഹിസ്റ്ററി, അതിനെ പറയാനാണ് നമ്മൾ ഹിസ്റ്റോറിക് എന്ന് പറയുക. അപ്പോൾ ഹിസ്റ്റോറിക് മൊമെന്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേസുകൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹിസ്റ്റോറിക് എന്നുള്ള യൂസേജ് പറയുക. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്ക്രൈബിങ് ഹിസ്റ്ററി ആണ്. അതായത് ഇപ്പൊ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി അങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐ സോ 10 ഡാഷ് ഫ്ലവർ വേസസ് ഇൻ ദി ഷോപ്പ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഐ സോ 10 ഡാഷ് ഫ്ലവർ വേസസ്. അപ്പൊ ഫ്ലവർ വേസസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവിന് ഒരു ഓർഡർ ഉണ്ട് അല്ലെ. ആ ഓർഡർ പഠിക്കാനുള്ള കോഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദോശാസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡി ഫോർ ഡിറ്റർമിനർ, ഒ ഫോർ ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ലവ്ലി, ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ സൈസ്, ഏജ്, അതേപോലെ തന്നെ ഷേപ്പ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഡിറ്റർമിനർ ഒന്നും കൊടുത്തിട്ടില്ല. ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ലവ്ലി, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളതാണ് ഒപ്പീനിയൻ. പിന്നെ വരുന്നത് സൈസ് ആണ്. ഓക്കെ, അപ്പൊ സൈസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എയിലും ഉണ്ട്, ഓപ്ഷൻ സിയിലും ഉണ്ട്. സ്മോൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏജ് ആണ്. ഓക്കെ, ഏജ് എന്ന് പറയുമ്പോൾ ഇവിടെ ആന്റീക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഏജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഐ സോ 10 സ്മോൾ ആന്റിക് ചൈനീസ് പോർസലെയിൻ ആണ് കേട്ടോ. ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ. എന്തായിരിക്കും ആൻസർ വരിക? ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ ആണ്. ഓക്കെ, അപ്പോൾ മേയും മൈറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റി കാണിക്കാനാണ് അല്ലെ. മഴ പെയ്യാം എന്നുള്ളൊരു ചാൻസ് കാണിക്കാനാണ്. അപ്പോൾ മെയ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്, മൈറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ചാൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഓർക്കാം. അപ്പോൾ ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഇതാണ് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നത്. അപ്പൊ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെയുള്ള റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് എക്സാമിന് പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് സോ മച്ച്.